Hello everyone, welcome to the another episode of Magic Hands of Deepa. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പം ഞാനും എൻ്റെ ഫാമിലി ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പനിയൊക്കെ മാറി വരികയാണ്. എന്നിപ്പോൾ നിങ്ങൾ എൻ്റെ ഒരേപോലത്തെ വീഡിയോ കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ നാടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് രാവിലെ മുതൽ തുടങ്ങുകയാണ്. അപ്പം രാവിലെ എണീറ്റപ്പോൾ ഒരു നല്ല അന്തരീക്ഷം, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ന്യൂസ് പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ എന്താണെന്ന് ഫ്രണ്ട് പേജ് മാത്രം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സാധാരണ ജനലിൻ്റെ അവിടെയാണ് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ ഞാൻ രാവിലെ വാതിൽ തുറക്കില്ലല്ലോ, അപ്പോൾ ജനൽ തുറന്നിട്ടിരിക്കും. അപ്പോൾ ഇനി എളുപ്പത്തിന് അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ന്യൂസിൽ കാര്യമായിട്ടൊന്നുമില്ല, ഓരോരോ കേസും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ രാവിലത്തെ എൻ്റെ ഡെയിലി റൊട്ടീനിൽ ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെയിലി റൊട്ടീനായിട്ടുള്ള ഉലുവ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ഉലുവ ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കും, എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കും. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഗോതമ്പടിയാണ് ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് ചിരങ്ങിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഓപ്ഷണലാണ്, ഞാൻ പിന്നെ മോൾക്ക് കൊടുക്കുന്നുണ്ട്, അവൾക്ക് ചെറുതായിട്ട് മധുരമുള്ളത് ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം തളിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി ലൂസായിട്ട് വേണം അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ദോശക്കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒന്ന് കയ്യിൽ നനച്ചിട്ട് മാവ് എടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കില്ല കേട്ടോ. അപ്പം നമുക്ക് അത് കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിൽ ആണ് പരത്തിയെടുക്കുക, പക്ഷെ നല്ല കട്ടി വേണ്ട, ചെറിയൊരു മീഡിയം സൈസിലുള്ള കട്ടി മതി. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. 1 ടീസ്പൂണ് കൊക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ഈ ദോശ അട ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടും ഒരു പ്രത്യേക ടേസ്റ്റുമാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പം നെയ്യ് എൻ്റെ ഡയറ്റിലില്ല, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തു. 2 സൈഡും നല്ലപോലെ മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് വട റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്ത മാവും കൊണ്ട് നിങ്ങൾക്ക് 3 അട കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.